ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാർസിസ്റ്റുകളുടെ ടോക്സിക് ആയിട്ടുള്ള മണി ഹാബിറ്റ്സിനെ പറ്റിയിട്ടാണ്, പണം കൊണ്ടുള്ള അവരുടെ ടോക്സിക് ആയിട്ടുള്ള ഹാബിറ്റുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നാർസിസ്റ്റിക് റിലേഷൻഷിപ്പിലായിട്ടുള്ള എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ അബ്യൂസ്, നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന അബ്യൂസ് എന്ന് പറയുന്നത് ഇമോഷണൽ അബ്യൂസിലും ഫിസിക്കൽ അബ്യൂസിലും മാത്രം ഒതുങ്ങുന്നതല്ല. അതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന മറ്റൊരു അബ്യൂസാണ് നാർസിസ്റ്റുകളുടെ ഫിനാൻഷ്യൽ അബ്യൂസ് എന്ന് പറയുന്നത്. ഇവർ കാശുകൊണ്ട് കളിക്കുന്ന കളികൾ, കാശുകൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ, നിങ്ങളെ വിഷമിപ്പിക്കുന്ന തരത്തിൽ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഇവർ ചെയ്യുന്ന പല കാര്യങ്ങൾ, വളരെ ടോക്സിക് ആയിട്ടുള്ള ഇവരുടെ സ്വഭാവങ്ങൾ, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. വീട്ടിലെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോലും പൈസ ഇല്ലാതിരിക്കുക, എന്നാൽ അതേ സമയത്ത് പോയി ലക്ഷറി കാർ ബുക്ക് ചെയ്യുകയും ചെയ്യുന്ന നാർസിസ്റ്റുകളെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരിക്കലും അവർ അനാവശ്യമായിട്ട് ചെലവഴിച്ച് കഴിയുന്ന പണത്തിന്റെ കണക്കുകൾ ഒരിക്കലും നിങ്ങളെ അറിയിക്കാതെ ഇപ്പോഴും നിങ്ങളുടെ ജോലിയുടെ സാലറിയെ പറ്റി എത്തിനിരപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിൽ എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നാർസിസ്റ്റിക് പാരന്റ്സ്, നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറും ബാങ്ക് അക്കൗണ്ടുകളും എല്ലാം താറുമാറാക്കിയിട്ടുള്ള നിങ്ങളുടെ പാർട്ണറായിട്ടുള്ള നാർസിസ്റ്റ്. ഒരു നാർസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പണം എന്ന് പറയുന്നത് ഇടപാടുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള കറൻസി മാത്രമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം പണം എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വെപ്പണാണ്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് എപ്പോഴും സംശയം ഉണ്ടായിരുന്ന നാർസിസ്റ്റുകളെ കുറിച്ചുള്ള 5 ടോക്സിക് ഹാബിറ്റ്സ്, ഇവരുടെ 5 ടോക്സിക് ഹാബിറ്റ്സിനെയാണ് ഇന്ന് കീറി മുറിച്ച് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ പിറകിൽ എന്തുകൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത്, വൈ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അതിന്റെ കാരണങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം ഈ വീഡിയോയിൽ വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ നാർസിസ്റ്റുകളുടെ ടോക്സിക് ആയിട്ടുള്ള മണി ഹാബിറ്റ് എന്ന് പറയുന്നത് ദ ജനറോസിറ്റി ട്രാപ്പ്. ഇവർ പണം കൊണ്ട് പബ്ലിക്കിന് മുന്നിലും പ്രൈവറ്റ് ആയിട്ട് നിങ്ങളോടും കാണിക്കുന്ന പരസ്പര വിരുദ്ധമായിട്ടുള്ള സ്വഭാവം. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആള് അവരുടെ ഫ്രണ്ട് സർക്കിളിനെ പുറത്തു കൊണ്ടുപോയിട്ട് ഒരു പുതിയ ഗ്യാങ്ങിനെ വളരെയധികം ലാവിഷ് ആയിട്ട് ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഡിന്നർ അവർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ ഒരുക്കി അവരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്തിട്ട് വലിയ ടിപ്പൊക്കെ അവിടെ കൊടുത്തു വന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് നിങ്ങൾ വാങ്ങിച്ച പലചരക്ക് സാധനങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് 1-2 സാധനം നിങ്ങൾ കൂടുതൽ വാങ്ങിച്ച, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾ കൂടുതൽ വാങ്ങിച്ചതിന്റെ പേരിൽ നിങ്ങളോട് വഴക്കിട്ടിട്ടുണ്ടോ? ഇത് നാർസിസ്റ്റുകളുടെ ഫാൾസ് സെൽഫ് കാരണവും അവരുടെ നാർസിസ്റ്റിക് സപ്ലൈക്ക് വേണ്ടിയിട്ടും ഇവർ ചെയ്യുന്ന കാര്യമാണ്. ഇവരുടെ പുതിയ ഫ്രണ്ട്സുമായിട്ട് കമ്പനി കൂടിയിട്ട് അവർക്ക് വേണ്ടി ലാവിഷ് ആയിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ, അവരുടെ മുന്നിൽ വെച്ച് വലിയ ടിപ്പ് കൊടുക്കുമ്പോൾ, അപ്പോൾ നിങ്ങളെ സമ്മതിക്കണം, പൈസയൊന്നും നോക്കാതെ എടുത്ത് നമുക്ക് ഇത്രയും വലിയൊരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തെന്നാൽ നിങ്ങളൊരു സംഭവം തന്നെ, അല്ലെങ്കിൽ ഓയ്യോ എന്ത് നല്ല മനുഷ്യനാണ് അയാൾ, ടിപ്പ് കൊടുത്ത് കണ്ടില്ലേ വലിയൊരു തുക. ഇത്തരത്തിലുള്ള ഡയലോഗുകൾ അവരിൽ നിന്നും കേൾക്കാൻ വേണ്ടി തന്നെയാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊരു നാർസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഹൈ ക്വാളിറ്റി നാർസിസ്റ്റിക് സപ്ലൈ ആണ്. എന്നാൽ വീട്ടിലെ ദൈനംദിന ചെലവുകൾക്കുള്ള തുകയുടെ കാര്യത്തിലാണെങ്കിലോ മാസാമാസം അടയ്ക്കേണ്ട ബില്ലുകളുടെ കാര്യത്തിലാണെങ്കിലോ ഇതൊക്കെ അടയ്ക്കുമ്പോൾ അവർക്ക് ഒരു തരത്തിലുള്ള കയ്യടിയും ആരുടെ ഭാഗത്തുനിന്നും കിട്ടില്ല. ലാവിഷ് ആയിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു കിക്ക് ഇവർക്കുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു നാർസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വെറും വേസ്റ്റ് സ്പെൻഡിങ് ആണ്. ഇതിനൊരു ഉദാഹരണം പറയണമെങ്കിൽ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള അച്ഛൻ, ഒരു ഫാദർ ഫിഗർ, അയാളുടെ പുതിയ കമ്പനിയിലെ സ്റ്റാഫിന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ലാവിഷ് ആയിട്ടുള്ള ഡിന്നർ അങ്ങ് നൽകുകയാണ്. ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസം അവരെ വിളിച്ചുകൊണ്ട് പോയിട്ട് വളരെ ലാവിഷ് ആയിട്ടുള്ള ഏതെങ്കിലും ഏറ്റവും മുന്തിയ ഇനം അവിടുത്തെ ഹോട്ടലിൽ തന്നെ കൊണ്ടുപോയിട്ട് ഇവർക്ക് ഒരു കടം വരുത്തി വെച്ചിട്ടാണെങ്കിലും അവർക്ക് വലിയൊരു ലാവിഷ് ആയിട്ടുള്ള ഡിന്നർ കൊടുക്കും. എന്നിട്ട് അവരുടെ എല്ലാവരുടെയും പ്രീതി നേടിയെടുക്കും, അവരുടെ എല്ലാവരുടെയും പ്രൈസ് നേടിയെടുക്കും. എന്നിട്ട് തിരികെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും അധികം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സാധാരണ വീട്ടിലത്തേക്ക് ആവശ്യ സാധനങ്ങൾ വാങ്ങിക്കുന്ന ലിസ്റ്റിൽ എന്തെങ്കിലും സാധനം കുട്ടികൾക്ക് വേണ്ടി അധികം വാങ്ങിയത് കണ്ടിട്ട് എന്റെ കയ്യിലുള്ള പണത്തിന് ഇത്രയും വിലയാണോ നീ തരുന്നത്, എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്, എന്നിട്ട് ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾ വാങ്ങിയാൽ തന്നെ അതിന്റെ കാര്യം പറഞ്ഞ് ഇവരടി ഉണ്ടാക്കും. അപ്പൊ വ്യക്തിമായിട്ടുള്ള ആളടങ്ങുന്ന ഇവരുടെ ഫാമിലി എന്താ വിചാരിക്കുക, പുറത്ത് എന്ത് നല്ലൊരു ഇമേജാണ് ഇയാൾ ക്രിയേറ്റ് ചെയ്യുന്നത്, എല്ലാവരുടെയും മുമ്പിലും നന്നായിട്ട് സ്പെൻഡ് ചെയ്യുന്ന, ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്യുന്ന, എല്ലാവർക്കും ജനറസ് ആയിട്ട് സഹായിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇയാൾ സേവ് ചെയ്യല്ല, വലിയൊരു കടബാധ്യത ഉണ്ടാക്കിയാണെന്ന് പാവപ്പെട്ട വ്യക്തിനെ നന്നായിട്ട് അറിയായിരിക്കും. അവരതും കൊണ്ട് ഫിനാൻഷ്യൽ ആങ്സൈറ്റിയിൽ ഇങ്ങനെ ജീവിക്കേണ്ടി വരും. രണ്ടാമത്തേത് ഫിനാൻഷ്യൽ ഇൻഫിഡിലിറ്റി എന്ന് പറയുന്ന ഇവരുടെ സാമ്പത്തിക ചതി. ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു സീക്രട്ട് ലൈഫ് ഉണ്ട്. ഈ നാർസിസ്റ്റുകൾ അവർക്കൊരു സീക്രട്ട് ലൈഫ് ഉണ്ടാവണമെന്ന് വളരെയധികം അത് അവരുടെ അവകാശമാണെന്ന് കരുതുന്നവരാണ്. അതിന് ആരോടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രഹസ്യമായിട്ട് അക്കൗണ്ടുകൾ ഉണ്ടാവും. മറ്റ് ആൾക്കാരുമായി ചേർന്നുകൊണ്ടുള്ള മറ്റ് അഫെയറുകളിൽ ഉള്ള ആൾക്കാരുമായിട്ട് ചേർന്നുകൊണ്ടുള്ള അക്കൗണ്ടുകൾ, അല്ലെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇവർ ഉപയോഗിക്കുന്നുണ്ടാവും. സീക്രട്ട് ആയിട്ട് ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടായിരിക്കും, മറ്റ് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരിക്കും. ഇതൊന്നും പക്ഷേ വിക്ടിമായിട്ടുള്ള അവരുടെ ഏറ്റവും അടുത്ത പങ്കാളിയായിട്ടുള്ള നിങ്ങൾ അറിയണമെന്നുണ്ടാവില്ല. ഇതിന്റെ മൂലകാരണം എന്ന് പറയുന്നത് നാർസിസ്റ്റുകളിലുള്ള എൻറ്റൈറ്റിൽമെന്റും കമ്പാർട്ട്മെന്റലൈസേഷനുമാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാർസിസ്റ്റുകൾ അവർ ഏത് ഫാമിലിയിലാണോ നിൽക്കുന്നത് ആ ഫാമിലിയിലുള്ള എല്ലാ പണവും, എല്ലാ
പൈസയും എല്ലാ കാശും അവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എപ്പോഴും അവർക്ക് ആവശ്യമുള്ള പണം അവരുടെ കയ്യിൽ കൊടുക്കണമെന്നും അതെപ്പോഴും എങ്ങനെ വേണമെങ്കിലും എന്തിനു വേണമെങ്കിലും അവർക്ക് ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്യാമെന്നും അവർ കരുതുന്നു. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ലക്ഷൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവർ ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. അതിനാൽ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രഹസ്യമായിട്ട് ഒരു സീക്രട്ട് ആയിട്ട് ഇവർ ഇതെല്ലാം നടത്തുന്നത്. ഇത്തരം പണമിടപാടുകളുടെ എല്ലാ എവിഡൻസുകളും അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യും. ഇതിന്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ് നിങ്ങൾ നിങ്ങളുടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള പങ്കാളിയുമായിട്ട് ചേർന്നുകൊണ്ട് നിങ്ങൾ അവരെ വിശ്വസിച്ചുകൊണ്ട് നാളെ ഒരു ഫ്യൂച്ചർ ഉണ്ടാകുമെന്ന്, നാളെ നിങ്ങൾക്ക് ഒരു വീട് വെക്കാൻ വേണ്ടി കാശ് സേവ് ചെയ്യുന്നു എന്ന് വിശ്വസിച്ച് നിങ്ങൾ അവരെയും വിശ്വസിച്ച് നിങ്ങളൊരു ടീമാണെന്ന് വിശ്വസിച്ച് ഇങ്ങനെ പോവുകയായിരിക്കും. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ നിങ്ങളറിയും ഒരു ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഇവർ വലിയൊരു ബാധ്യത നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു വലിയ എമൗണ്ട് ഇവർ കടമെടുത്തിട്ടുണ്ട്. അവരുടെ ഗാംബ്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അവരുടെ ഹോബികൾ അൺനെസസറി ആയിട്ടുള്ള ഇവരുടെ കുറച്ച് ഹോബികൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതായിരിക്കും. ഇതുപോലെ ഇവരുടെ മറ്റ് അഫെയറുകൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള പണം ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു കാർഡിൽ നിന്ന് ഇത്രയും വലിയൊരു സാമ്പത്തിക ബാധ്യത ഇയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും എന്തിനാണ് ഇത് തപ്പിയെടുത്തത്, അയ്യോ ഇപ്പൊ നീ എന്തിനാണ് എന്റെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെടുന്നത്, നിനക്ക് ഇത്തരം സ്വഭാവം ഇടയ്ക്കിടെയായിട്ട് ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്, നീ സംശയരോഗിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ അങ്ങേയറ്റം ഇവർ ഗിൽട്രിപ്പ് ചെയ്യും, ഗ്യാസ്ലൈറ്റ് ചെയ്യും. എല്ലാ തരത്തിലുള്ള മാനിപ്പുലേറ്റീവ് ടാക്ടിക്കുകളും നിങ്ങൾക്കെതിരെ ഉപയോഗിച്ച് നിങ്ങളുടെ വായടപ്പിക്കാനായിട്ട് അവരവിടെ ശ്രമിക്കും. മൂന്നാമത്തേത്, നിങ്ങളുടെ സ്വന്തം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇവരെ അങ്ങേയറ്റം താറുമാറാക്കും എന്നുള്ളതാണ്. സ്വർണം കൊണ്ടുണ്ടാക്കിയ കൈവിലങ്ങ്. ഇവിടെ ഇവരുടെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബിഹേവിയറുള്ള ഒന്നാണ് നിങ്ങളെ ഒരിക്കലും അവർ ഏൺ ചെയ്യാനായിട്ട് നേരെ അനുവദിക്കില്ല എന്നുള്ളത്. ഏതെങ്കിലും തരത്തിൽ നിങ്ങളിൽ കൂടുതൽ പണം വരുന്ന, ശരിയായ രീതിയിൽ പണം വരുന്ന കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും താറുമാറാക്കാനായിട്ട് ഇവർ ശ്രമിക്കും. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പണത്തിന്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലാകരുത് എന്നുള്ളത് അവർക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ്. കാരണം ഇവർക്ക് അങ്ങേയറ്റം നിങ്ങൾ ഇട്ടിട്ട് പോകുമെന്നുള്ള പേടി ഉള്ളിലുണ്ട്. എപ്പോഴും പണത്തിന്റെ കൺട്രോൾ ഇവരുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരുമാന മാർഗമുണ്ടെങ്കിൽ, കൃത്യമായിട്ട് റെഗുലർ ആയിട്ട് ഒരു മണി നിങ്ങളുടെ കയ്യിൽ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവരെ ഇട്ടിട്ട് പോകാനുള്ള ശക്തി നിങ്ങളിൽ കൂടി വരും. അത് ഇവരുടെ ഏറ്റവും വലിയ ഭയാശങ്കയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രാപ്പ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഓട്ടോണോമി ഇവർ നശിപ്പിക്കും. പിന്നെ നിങ്ങൾ എപ്പോഴും ഇയാളുടെ അടുത്ത് ഫിനാൻഷ്യലി ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഇതെന്ന് പറയുന്നത് വേറെ ഒരു ഔട്ട്സൈഡ് ഹെൽപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യത ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആക്കും. ഇതിന്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങളാണ് വളരെ ക്രൂരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ പുതിയൊരു ജോബ് ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ഇവർ മനഃപൂർവ്വം നിങ്ങൾ ജോബ് ഇന്റർവ്യൂവിൽ ബാഡായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കും. പിന്നെ സ്റ്റേ അറ്റ് ഹോം ട്രാപ്പ് എന്ന് പറയുന്ന ഇവർ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന, ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടി, നിങ്ങൾ പുറത്തേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ആ ജോലിയിലേക്ക് എൻഗേജ്ഡ് ആവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും വീട്ടിൽ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ല, വീട്ടിൽ കുട്ടികളുടെ കാര്യം നോക്കാൻ ആരുമില്ല, നീ ഇങ്ങനെ ജോലിക്ക് പോയാൽ അവിടെ ഭയങ്കര പ്രശ്നമായിരിക്കും, അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും, അവർ നിങ്ങൾക്ക് ചെലവിന് തന്നോളാം, അവർ നിങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ പൈസ നിങ്ങളുടെ കയ്യിൽ എത്തിക്കാം എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച്, എന്നിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ജോലി വിട്ടിട്ട് നിങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോൾ കുറച്ച് എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ തരും. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ആവശ്യമുള്ള എമൗണ്ട് വലിയൊരു തുകയായിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് ഒന്നും ആവില്ല. പക്ഷെ നിങ്ങൾ കൂടുതൽ ഇവരുടെ ചോദിച്ച് ഇവരെ അപേക്ഷിച്ച് ഇവരുടെ പിറകെ ചെല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ, പ്രേരിതമാകുന്ന രീതിയിലേക്ക്, ട്രാപ്ഡ് ആക്കുന്ന രീതിയിൽ ഇവർ നിങ്ങളെ ആക്കും. പിന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് ഇവർ താറുമാറാക്കും എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണെന്നുള്ളത്. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും, നിങ്ങളുടെ എന്തെങ്കിലും സ്വർണമോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങളുടെ പ്രോപ്പർട്ടിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, വീട്ടിലാരെങ്കിലും നിങ്ങളുടെ പേരൻസ് തന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളതായിരിക്കാം, ഈ കാര്യങ്ങളെല്ലാം അവർ തകിടം മറിച്ചിട്ട് നിങ്ങളെ അങ്ങേയറ്റം കടബാധ്യതയിൽ കൊണ്ടുവന്ന് എത്തിക്കും. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. കാരണം അതിൽ നിന്ന് റിലേഷൻഷിപ്പിൽ നിന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാലും ഈ ബാധ്യതകൾ തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെയും ഒരുപാട് കാലം നിങ്ങൾ സഫർ ചെയ്യേണ്ടി വരും. ആ സഫറിങ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് നേരത്തെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. നാലാമത്തേത് റിവെഞ്ച് സ്പെൻഡിങ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങളോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ നാർസിസ്റ്റുകളുമായിട്ട് ഒരു വഴക്കുണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ ആ ദിവസം തന്നെ നിങ്ങളോട് പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു അൺനെസസറി ആയിട്ടുള്ള പർച്ചേസുമായിട്ട് ഇവർ വന്നിട്ടുണ്ടോ? ഇതെന്ന് പറയുന്നത് ഇവരുടെ നാർസിസ്റ്റിക് റേജും ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡറും കാരണം നിങ്ങളോട് ചെയ്യുന്നതാണ്. ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളിനെ നിങ്ങൾ എപ്പോഴെങ്കിലും വേദനിപ്പിക്കുകയോ അയാളെ ക്രിട്ടിസൈസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എത്രയും പെട്ടെന്ന് ആ മുറി ഉണക്കണം, എത്രയും പെട്ടെന്ന് അവരുടെ ഉള്ളിൽ വന്ന ആ നാർസിസ്റ്റിക് റേജിനെ അടക്കണം. അതിന് ഏറ്റവും നല്ല മാർഗ്ഗമാണ് അനാവശ്യമായിട്ട് പണം ചെലവഴിക്കുക. ഈ പ്രവൃത്തി ചെയ്യുന്നതിലൂടെ ഇവർ നിങ്ങളോട് പറയുന്നത്, നീ എന്റെ ഫീലിംഗ്സ് ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഇതായിരിക്കും നിനക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഇപ്പൊ എന്തെങ്കിലും കാര്യം സ്പെൻഡ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ നിങ്ങൾ അവരോട് വഴക്കിടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതെ നിങ്ങൾ പറയാണ്, കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും കരുതണ്ടേ? അടുത്ത ഇനി അവര് ഇത് സ്കൂളിലേക്ക് ചേരുമ്പോൾ അല്ലെങ്കിൽ കോളേജിലേക്ക് ചേരുമ്പോഴേക്കും അവർക്ക് കുറച്ച് എമൗണ്ട് നമ്മൾ കരുതണം, അതിനുവേണ്ടിയാണ് ഞാൻ ഈ പൈസ മാറ്റി വെച്ചിരിക്കുന്നത് എന്നെങ്ങനെ ഇവർക്ക് പറയുകയാണെങ്കിൽ ഇവരുടെ ഫ്രജൈൽ ഈഗോ ഹേർട്ടാവും. ഇവർ തൊട്ടടുത്ത ദിവസം എന്തെങ്കിലും ഒരു ബൈക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഓവറായിട്ടുള്ള ഒരു സാധനത്തിൽ കൊണ്ട് പൈസ സ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ വാങ്ങിച്ചുകൊണ്ട് വരും. നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നത്, ഇത് ഇന്നലെയല്ലേ ഈ ഒരു കാര്യം പറഞ്ഞത്, അപ്പോൾ ഇത്രയും വലിയൊരു പൈസ നിങ്ങൾ എവിടെ നിന്ന് കിട്ടി, എന്തിന് നിങ്ങൾ ചിലവാക്കി എന്നെങ്ങാൻ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ പറയും, എപ്പോഴും ഞാൻ ഒന്ന് സന്തോഷം എൻ്റെ ഉള്ളിൽ വരുമ്പോഴത്തേക്ക് അത് തല്ലിക്കെടുത്താൻ നീ ശ്രമിക്കും. എന്ത് ക്രൂരമായിട്ടുള്ള സ്വഭാവമാണ് നീ ചെയ്യുന്നത്, എൻ്റെ സന്തോഷം തല്ലിക്കെടുത്താൻ എങ്ങനെ നിനക്ക് തോന്നുന്നു? കുറച്ച് ഞാനൊന്ന് സന്തോഷിക്കാൻ, എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ ഇതാണ് അവസ്ഥ. അഞ്ചാമത്തെ കാര്യം ഫ്യൂച്ചർ ഫേക്കിംഗ് ആണ്. അടുത്ത ആഴ്ച നമ്മൾ പണക്കാരാവാൻ പോകുന്നു, അടുത്ത ആഴ്ച എൻ്റെ ബിസിനസ് വളർന്ന് പന്തലിക്കാൻ പോകുന്നു. സമ്പൽ സമൃദ്ധമായ ഭാവിയെ ചൂണ്ടിക്കാട്ടി അതൊക്കെ ഇങ്ങനെ പൊലിപ്പിച്ച് കാണിച്ച് അത് സംഭവിക്കാൻ പോകുന്ന വലിയ വലിയ കാര്യങ്ങളെന്ന് പറഞ്ഞ് അടുത്ത ആഴ്ച വരാൻ പോകുന്നത്, അടുത്ത മാസം വരാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഇവർ ആ നെക്സ്റ്റ് ബിഗ് ഡീൽ ഇങ്ങനെ പൊലിപ്പിച്ച് കാണിച്ചിട്ട് പല രീതിയിൽ നിങ്ങളുടെ നിന്ന് പൈസ വാങ്ങാനായിട്ട് നോക്കും. പല രീതിയിലുള്ള കഥകൾ മെനഞ്ഞുണ്ടാക്കും. ഇവർ പറയുന്നത് ഇവർ ഭയങ്കര വലിയ ആളാണെന്നത്, നിങ്ങളെ കണ്ടപ്പോൾ മുതൽ ഇവരങ്ങനെ ആയിരിക്കുമല്ലോ പറയുന്നത്, ഭയങ്കര വലിയ വ്യക്തിയാണെന്നും ഇവരെന്തോ വലിയതാവാൻ ഇരിക്കുന്ന, ഇലോൺ മസ്ക് ആവാൻ ഇരിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ ഇങ്ങനെയൊന്നും അങ്ങനെ തൽക്കാലത്തേക്ക് ഇങ്ങനെ അങ്ങ് പോവുകയാണ്, എന്തായാലും അടുത്ത ആഴ്ച ആവും, ഏതെങ്കിലും ഒരു സമയം ആവും എന്നുള്ള രീതിയിലായിരിക്കും ഓരോ വലിയ കൊളാപ്സിനും മുമ്പ് ഇവർ പറയുന്നു. ഇപ്പോൾ നമ്മൾ ഇത്ര തുക കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു എമൗണ്ട് നമുക്ക് 2 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വന്ന് നമ്മൾ പണക്കാരായി മാറാൻ പോകുന്നു എന്നൊക്കെയുള്ള കഥകളൊക്കെ പറഞ്ഞ് എപ്പോഴും നിങ്ങളിൽ നിന്ന് പൈസ പിടിച്ചു വാങ്ങാനുള്ള പരിപാടികൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കും. കൂടുതൽ കടബാധ്യതയിലേക്ക് നിങ്ങൾ പോകുമെന്നല്ലാതെ റിയാലിറ്റിയിൽ വേറൊന്നും സംഭവിക്കില്ല. ഇത് നാർസിസ്റ്റുകളുടെ ഗ്രാൻഡ്യൂസിറ്റിയും ഫ്യൂച്ചർ ഫേക്കിങ്ങും ആണ്. ഇവർ വളരെ ജെനുവനായിട്ട് ബിലീവ് ചെയ്യുന്നത് ഇവർ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള മനുഷ്യനാണെന്നും ഗ്രേറ്റ്നെസ്സിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള മനുഷ്യനാണെന്നുമാണ്. ഇവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത പണം നിങ്ങളിൽ നിന്ന് വാങ്ങുന്നതിന്, സ്പെൻഡ് ചെയ്യുന്നതിന് ഉള്ളൊരു ഡെലൂഷനായിട്ട് ഇവർ ഇതെപ്പോഴും നിങ്ങൾക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. നാളെ വലിയ പണക്കാരനാവാനുള്ള ആളാണ് ഞാൻ, തൽക്കാലം പണക്കാരനല്ലാതെ ഇങ്ങനെ പോകുന്നു എന്നുള്ള ഇമേജ് തന്നെയായിരിക്കും ഇവരെപ്പോഴും നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണെങ്കിൽ ഇത് ഒരുപാട് എക്സാമ്പിൾസ് പറയാൻ പറ്റും. ഇപ്പോൾ നിങ്ങളോട് ഇവരുടെ വലിയൊരു നാളെ എന്തായാലും സക്സസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വലിയ ബിസിനസ് ഐഡിയ, നിങ്ങൾക്ക് കേരളം നടക്കാൻ പോകുന്ന ബിസിനസ് ഐഡിയ, ഇവരുടെ ബിസിനസ് ഐഡിയ അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളൊരു ലോൺ എടുത്ത് ഇങ്ങോട്ട് തന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർണം വിറ്റ് പൈസ ഇവർക്ക് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പ്രോപ്പർട്ടി വിറ്റിട്ട് അതിൽ നിന്നുള്ള പൈസയും കൂടെ എടുത്ത് ഇവർക്ക് കൊടുത്താൽ മതി, ഇനി അങ്ങോട്ട് അത് ഫുള്ള് സെറ്റാക്കി അവിടെ വെച്ചിരിക്കുകയാണ് എന്നുള്ള രീതിയിലായിരിക്കും ഇവർ പ്രസന്റ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ ആ പണം എല്ലാം എടുത്തു കൊടുക്കും. ഫെയിലാകുമ്പോൾ എന്താ പറയുക, അതിന്റെ കുറ്റം മൊത്തം ബാക്കിയുള്ളവർക്കാണ്. ഇയാൾക്ക് യാതൊരു കുറ്റമില്ല. ഇയാളുടെ വർക്ക്, അതിൽ ബേസിക് ആയിട്ടുള്ള വർക്ക് പോലും ചെയ്യാത്തതുകൊണ്ടായിരിക്കും ആ ബിസിനസ് ഫെയിൽ ആയത്. എന്നാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഒരിക്കലും ഇവരെ ഏറ്റെടുക്കില്ല. കുറ്റം മൊത്തം ബാക്കിയുള്ളവർക്കും നിങ്ങൾക്കും ആയിരിക്കും. ഇത് വിക്ടിമിന് ഉണ്ടാക്കുന്ന ഡാമേജ് വളരെ വലുതാണ്. നിങ്ങളുടെ ഭാവി കാലം താറുമാറാവുന്നത്, നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് സ്കോർ റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കിടന്ന് കഷ്ടപ്പെടേണ്ട ഒരുപാട് കാലം, ഒരുപാട് സമയം, ഒരുപാട് എഫേർട്ട്, പിന്നെ ഇവരിൽ നിന്ന് ബന്ധം വേർപെടുത്തി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നേരിടേണ്ടി വരുന്ന നിയമയുദ്ധങ്ങൾ. എന്താണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുക? ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സൈലൻസ് ഈസ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിൽ നിന്ന് ലീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ അധികം ഡാമേജുകൾ വരുന്നതിന് മുമ്പ് ഏത് സന്ദർഭത്തിലാണോ നിങ്ങളുള്ളത് ഈ സന്ദർഭത്തിൽ നിന്ന് തന്നെ നിങ്ങൾ ലീവ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ലീവ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും ഇവരറിയരുത്, നിങ്ങൾ അനൗൺസ് ചെയ്യരുത്. നിങ്ങൾ വളരെ സൈലന്റ് ആയിട്ടായിരിക്കണം അത് പ്ലാൻ ചെയ്യേണ്ടത്. രഹസ്യമായിട്ട് നിങ്ങൾ വേറൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് പുറത്തു വരാനുള്ള മാർഗങ്ങൾ ഓരോന്നായി ചെയ്തു തുടങ്ങുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ക്രെഡിറ്റ് ഫ്രീസ് ചെയ്യുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് ഒരു ബാങ്കിങ് എക്സ്പേർട്ടിനെ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് അഡ്വൈസ് എടുക്കാൻ പറ്റുന്ന ആളിൽ നിന്നും എടുത്ത ശേഷം ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ക്രെഡിറ്റ് അങ്ങ് ഫ്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു രീതിയിലും നിങ്ങളുടെ പേര് വെച്ച് മറ്റൊരാൾക്ക് ഇനി അങ്ങോട്ട് അക്കൗണ്ട് തുടങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് അതാക്കി സേഫ്റ്റി എന്ന് പറയുന്ന കാര്യം ആദ്യം ഉറപ്പുവരുത്തുക. മൂന്നാമത്തെ കാര്യം, ഗ്യാദർ ഡോക്യുമെന്റ്സ് എന്നുള്ളതാണ്. നിങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സിന്റെ കോപ്പി, ഈ പറയുന്ന ടാക്സ് റിട്ടേൺസിന്റെ ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സാമ്പത്തിക ഇടപാടുകളുടെ ഇതുപോലെ കോപ്പി എടുത്ത് വെക്കാൻ പറ്റുന്ന, ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തെളിവുകളായി ശേഖരിച്ച് നിങ്ങളൊരു ഫയലിൽ അത് കൃത്യമായിട്ട് സോർട്ട് ചെയ്ത് വെക്കുക. ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അബ്യൂസ് എന്ന് പറയുന്നതും ഈ ഇമോഷണൽ അബ്യൂസ് പോലെ തന്നെ ഈ അവർ നിങ്ങൾക്ക് തരുന്ന ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ അബ്യൂസ് പോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവർ നിങ്ങളെ വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾ വളരെ ബാഡ് ആയിട്ടുള്ള ഒരു സ്പെൻഡർ ആണ്, വളരെ പണം കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾ വളരെ മോശമാണെന്നാണ്. അത് അവർ നിങ്ങളാണെന്ന് വരുത്തി വെച്ചിട്ടുണ്ടായിരിക്കും. അതും കൂടെ നമുക്ക് ഓവർകം ചെയ്യേണ്ടതുണ്ട്.
ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് കണക്ട് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടാനും ഒക്കെ ഈ വീഡിയോ ഹെൽപ്പായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലെ നേരിടേണ്ടി വരുന്നിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കമന്റുകളായിട്ട് എഴുതി അറിയിക്കുക. മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക. അപ്പോൾ നമുക്ക് ഈ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി അത്തരത്തിൽ ബിൽഡ് ചെയ്ത് നമുക്ക് വളരെ സ്ട്രോങ് ആക്കി വളരെ വലിയൊരു കമ്മ്യൂണിറ്റിയാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസ് നിങ്ങൾ ഇത്തരത്തിൽ പ്രയോജനപ്രദമാകുന്ന വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നുണ്ട്. അതുവരേക്കും